ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക്. ഈ സീസണിലെ അവസാന ഗ്രാൻഡ് സംഭവ വികാസങ്ങൾക്ക് മുന്നേയുള്ള പെനൾട്ടിമേറ്റ് എപ്പിസോഡ് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഫ്രമിൻ്റെ ഓരോ സീസൺ അവസാനിക്കാൻ പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്രില്ലിംഗ് ഐറ്റങ്ങൾ പ്രതീക്ഷിക്കും. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സീസൺ വളരെ എഴഞ്ഞു നീങ്ങുകയാണെന്നും കഥയിൽ വലിയ പുരോഗതികളൊന്നും ഇല്ലാത്ത ഫില്ലർ എപ്പിസോഡുകളാണ് തുടർച്ചയായി വരുന്നതെന്നും പ്രേക്ഷകർക്കിടയിൽ വലിയ തോതിൽ പരാതി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ 9ാമത്തെ എപ്പിസോഡിന് കൊടുങ്കാറ്റ് മുമ്പുള്ള ശാന്തത എന്നർത്ഥം വരുന്ന ഈ ഒരു പേര് നൽകിയത് അണിയറ പ്രവർത്തകർ മനഃപൂർവ്വം പ്രേക്ഷകരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. എന്തായാലും കാര്യങ്ങളിപ്പോൾ വളരെ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം മാനിന്യോലയാണ്. അവൻ തൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ താബിയത്തേക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം ഈ സീരീസിൽ ഉടനീളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംശയമുള്ള, എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് വിശ്വസിക്കാത്തൊരു കഥാപാത്രമാണ് തബീത്ത. എന്നാൽ ആ തബീത്ത പോലും ഇപ്പോൾ വിശ്വസിച്ച് ഭയന്നിരിക്കുകയാണ്. മഞ്ഞക്കുപ്പായക്കാരനെ കണ്ട ഉടനെ അവൾ നേരെ ഓടിയെത്തുന്നത് ബോയ്ഡിൻ്റെ അടുത്തേക്കാണ്. ഇനിയും ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്നും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നും അവൾ ബോയ്ഡിനോട് പറയുന്നു. അതിനോട് പറയുന്ന കാരണങ്ങൾ വളരെ വ്യക്തമാണ്. എല്ലോയ്സ് ഗുഡ്മാൻ വീണ്ടും തിരികെ വന്നിരിക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, അവൻ തൻ്റെ വീട്ടിൽ വളരെ സുഖമായി കയറിക്കൂടി ഈദിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് എന്ന സത്യം താബിത്ത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആർക്കാരും ഭയം തോന്നും. സ്വന്തം വീടിനുള്ളിൽ പോലും തങ്ങൾ സുരക്ഷിതരല്ല എന്ന വലിയൊരു തിരിച്ചറിവാണ് താബിത്തയ്ക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് കോളനി ഹൗസിൽ നടന്ന സംഭവങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. മരിച്ചുപോയ റോജർ വീണ്ടും ജീവൻ വെച്ച് കോളനി ഹൗസിലൂടെ ഒരു രാക്ഷസനെ പോലെ അക്രമം അഴിച്ചുവിട്ട് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത്രയും കാലം ടൗണിലുള്ളവരെ രാത്രിയിലെ മോൺസ്റ്റേഴ്സിൽ നിന്നും സംരക്ഷിച്ചിരുന്ന ആ തകിടുകൾ, ടാലിസ്മാൻസിൻ്റെ ശക്തിയുമേലുള്ള വിശ്വാസം വല്ലാതെ പോയിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ ആ തകിടുകൾക്ക് ഇനി കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു റോജറിൻ്റെ ആക്രമണം. ഇപ്പോൾ മാനിന്യോലയും തബീത്തയുടെ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു. തങ്ങളുടെ പ്രതിരോധ കോട്ടകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തബീത്തയ്ക്കും ബോയ്ഡിനും മനസ്സിലാവുകയാണ്. ശത്രുക്കൾ വീടിനുള്ളിൽ വരെ പ്രവേശിക്കാൻ തുടങ്ങിയെങ്കിൽ ഇനിയും പ്രതിരോധിച്ച് നിൽക്കുന്ന വിഡിതമാണ്. അവർക്കിനി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ശത്രുക്കളെ തിരിച്ചാക്രമിക്കുക എന്നത് മാത്രമാണ്. ഈ ഒരു വലിയ തീരുമാനമാണ് ഈ പുതിയ എപ്പിസോഡിൻ്റെ മുഴുവൻ കഥയും മുന്നോട്ട് നയിക്കുന്നത്. മാത്രമല്ല തബീത്ത ഷോക്കായി പോയ ആ ഒരു വിവരം കൂടി ബോയ്ഡിനെ അറിയിക്കുന്നു. ജിമ്മിനെ ക്രൂരമായി കൊന്നതും ഈ മാനിന്യോല തന്നെ. അവൻ നേരിട്ട് വന്ന് ഇത് വളരെ നികൃഷ്ടമായി പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ബോയ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇത്രയും കാലം ടൗണിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നു. ഏത് വലിയ പ്ലാൻ തയ്യാറാക്കിയാലും അതൊരിക്കലും 100% വിജയകരമാകില്ല. ചിലപ്പോഴൊക്കെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ചിലരുടെയെങ്കിലും ജീവൻ പണയം വെക്കേണ്ടി വരും. ഫാദർ കാറ്ററി പറഞ്ഞ പോലെ ചിലർ മരിച്ചു പോയേക്കാം. അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കവെയാണ് കൃത്യസമയം അവിടേക്ക് ജെയ്ഡും ഇരച്ചെത്തുന്നത്. ബോയ്ഡിൻ്റെ ആ ഒരു ചിന്ത മനസ്സിലാക്കി തന്നെ അവൻ പറയുന്നത് വേറെ ഒരു വഴിയും നോക്കാനില്ല, റിസ്ക് എടുക്കാൻ താൻ തന്നെ ഇറങ്ങി തിരിക്കാമെന്നാണ്. ആ ടണലിലേക്ക് പോയി അസ്ഥികൾ എടുക്കുന്ന ആ അതിഭീകര ദൗത്യം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു മാറ്റം ബോയ്ഡും ജെയ്ഡിൻ്റെ ഫാക്ടറിനോടും പ്ലാനിനോടും പൊരുത്തപ്പെടുകയാണ്. മാനിന്യോല ഒടുവിൽ തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. വിക്ടർ പറഞ്ഞത് വെച്ച് ഇനി ഒട്ടും സേഫല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് നാളെ കാലത്ത് തന്നെ ആ മരം പിടിച്ചെടുക്കാനുള്ള പരിപാടി തുടങ്ങണമെന്ന് ബോയ്ഡും സമ്മതം മൂളുകയാണ്. അങ്ങനെ അവർ ആ അസ്ഥികൾ വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. എന്നാൽ ഫ്രംവില്ലയിലെ ദുഷ്ടശക്തികൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ബോയ്ഡിൻ്റെയും സംഘത്തിൻ്റെയും പ്ലാനുകൾ തകർക്കാൻ വേണ്ടി മഞ്ഞക്കുപ്പായക്കാരൻ വീണ്ടും സോഫിയുടെ രൂപത്തിലേക്ക് മാറുകയാണ്. കുളിക്കാത്തയും നനക്കാത്തയും ആ വൃദ്ധനിൽ നിന്നും ഡീസൻ്റ് ഒരു പെൺകുട്ടിയിലേക്ക് മാറി ആ പിശാച് എത്തുന്നത് എൽജിനും ക്ലാരയും നിൽക്കുന്നിടത്തേക്കും. അവർ ബോയ്ഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് കിട്ടാവുന്ന റോപ്പുകളും കയറുകളും എല്ലാം ശേഖരിക്കുകയാണ്. മരം പിഴുതു മാറ്റിയ ശേഷം ആ ഹോളിലേക്ക് ഒരു റോപ്പ് ലാഡർ ഉണ്ടാക്കി ഇറക്കാനുള്ള പ്രയത്നത്തിനായി. സോഫിയതയെക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പാകത്തിൽ ചില സൂചനകൾ അവിടെ നൽകുന്നുണ്ട്. ബോയ്ഡും മറ്റുള്ളവരും അസ്ഥികൾ തേടി പോകുന്ന ആ ഒരു പ്ലാൻ ശരിയായ ദിശയിലാണെന്നത് സോഫിയ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ കെണിയിരിക്കുന്നത്. ഫ്രംവില്ല എന്ന ഈ സ്ഥലം പൂർണ്ണമായും ചില ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെ ചെയ്യുന്നു എന്നതിനാണ് ഇവിടെ പ്രാധാന്യം. ഒരാചാരം തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം വളരെ ഭയാനകമായിരിക്കും. ബോയ്ഡ് സംഘവും ശരിയായ കാര്യമാണ് ചെയ്യാൻ പോകുന്നതെങ്കിലും അവർ അത് തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മാനിന്യോലയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവരവരുടെ പ്ലാനുമായി മുന്നോട്ട് പോകുന്നതിൽ അവന് യാതൊരു എതിർപ്പുമില്ല. അവർ സ്വയം തെറ്റ് ചെയ്ത് നശിക്കട്ടെ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ ക്ലാര മറ്റു കാര്യങ്ങൾ നോക്കി ഷെഡിലേക്ക് പോകുന്ന സമയം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ്. സോഫിയ സഹായിക്കാമെന്ന് പറഞ്ഞു കൂടി കുറച്ച് നടന്ന ശേഷം അവളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാമോ എന്ന് ചോദിച്ചിട്ട് കണ്ണുകളിലേക്ക് നോക്കാൻ പറയുമ്പോണ്ടല്ലോ, അവിടെ സോഫിയയുടെ കണ്ണുകൾ മാറുകയാണ്. സ്പൈഡർമാന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ വരുന്ന അതേ കറുത്ത ഭീകരമായ കണ്ണുകൾ. ഇത് കാണുന്നതും ക്ലാര ഞെട്ടുന്നു. പക്ഷെ ആ ഞെട്ടൽ അവളിലെ തിരിച്ചറിവാണ് എന്നതാണ് നമ്മളെ കൂടുതൽ ഷോക്കിലാക്കുന്നത്. ക്ലാരയുമായി മുമ്പ് തന്നെ ചില കരാറുകൾ
ബാർഗെയിൻ നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു എൻറ്റിറ്റി. ഇപ്പോൾ താൻ ആരാണെന്ന് അവളെ കാണിക്കുന്നതും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനർത്ഥം വേറൊന്നുമല്ല, ക്ലാര പണ്ട് ഈ ടൗണിലേക്ക് എത്തി കുടുങ്ങിപ്പോയ സമയത്ത് ഈ എൻറ്റിറ്റി പ്രത്യക്ഷപ്പെടുകയും അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താം എന്ന പേരിൽ ഒരു ബാർഗെയിൻ നടത്തിയിരുന്നു. ക്ലാര ആ എൻറ്റിറ്റിക്ക് വേണ്ടി സഹായം ചെയ്താൽ പകരം അവളെ തിരികെ സ്വന്തം വീട്ടിലേക്ക് അയക്കാം എന്നാണ് ആ വാഗ്ദാനം. എന്നാൽ ഈ മാനിനിയലോയ്ക്ക് ഒരാളെ തിരികെ വീട്ടിലേക്ക് അയക്കാൻ മാത്രമുള്ള കഴിവുണ്ടോ എന്ന് നമുക്കറിയില്ല. അവൻ പറയുന്നതെല്ലാം വെറും കള്ളവും ചതിയുമാകാനാണ് സാധ്യത. ഇതുവരെ ഒരാളെ യഥാർത്ഥ ലോകത്തേക്ക് തിരികെ അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ബോയിൻ വൈറ്റിന് മാത്രമാണ്. തബീത്തെ ലൈറ്റ് ഹൗസിൽ നിന്നും തള്ളിയിട്ടാണ് അവനെ സാധ്യമാക്കിയത്. സത്യം പറയാൻ നമുക്കൊരു ഷോക്കാണ്. തുടക്കം മുതൽ കാണുന്നതാണ് ക്ലാരയെ. അവളിൽ ഇങ്ങനെ ഒരു ഗൂഢരഹസ്യമുണ്ടെന്ന് ആരും ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലാരയ്ക്ക് ഇതിൽ പങ്കിടുന്ന പോലെ ചില തിയറികളൊക്കെ ഞാൻ കഴിഞ്ഞ സീസണിൻ്റെ സമയം മുതലേ കേൾക്കുന്നതാണ്. ദേഹത്തിപ്പോൾ ശരിയായിരിക്കുന്നു. എന്തായാലും അവർ രണ്ടുപേരും ചെല്ലുന്നത് സാറയുടെ വീട്ടിലേക്കാണ്. അവൾ അവിടെ ഇല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറി ഒരു കത്തിയും എടുത്ത് പുതിയ പെയിൻ്റ് അടിച്ച സ്വന്തം മുറിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ക്ലാരയുമായി ചേർന്ന് വളരെ ഭയാനകരമായ ഒരു രക്തക്കരാറിൽ ബ്ലഡ് പാക്റ്റിൽ ഏർപ്പെടുന്നു. ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഹെൻറിയുടെ ശരീരത്തിൽ അവൾ എങ്ങനെയാണോ കടന്നുകൂടിയത് അതേ രീതിയിൽ ക്ലാരയുടെ ശരീരത്തിലും കടന്നുകൂടാൻ വേണ്ടിയായിരുന്നു ഇത്. തൻ്റെ കൈ മുറിച്ച ശേഷം ക്ലാരയുടെയും കൈ മുറിച്ച് കോർത്ത് പിടിച്ച് ആ മലിൻ രക്തം അവളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണ്. തീർച്ചയായും ക്ലാരയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ഇന്നേരം ബോയ്ഡ് ആ പ്ലാനിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് നമ്മുടെ ഡോണയോട്. ഒരു സംഘം ടണലിലേക്ക് ഇറങ്ങി ആ ആസ്തികൾ കണ്ടെത്തി ശേഖരിച്ച് കഴിയുമ്പോഴേക്കും മുകളിൽ മറ്റൊരു സംഘം മരം പിഴുതു മാറ്റിയിട്ടുണ്ടാകും. അതുവഴി ഇപ്പോൾ ഡൈനറിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോബ് ലാഡറുണ്ട്. അത് തൂക്കി താഴേക്ക് ഇറക്കാം. അതിലൂടെ താഴെ നിൽക്കുന്നവർക്ക് മുകളിലേക്ക് കയറി വരികയും ചെയ്യാം. ഡോണ ഇതൊക്കെ കേട്ട് ഊന്നുവടിയൊക്കെ പച്ചക്കറിത്തോട്ടത്തിനടുത്ത് മാറി നിൽക്കെ കെന്നിയും ജെയ്ഡും നിൽപ്പുണ്ട്. ഈ പ്ലാൻ കേട്ടിട്ട് ഡോണയ്ക്ക് ഹൈലി ഡേഞ്ചറസ് ആണ്. അവർക്ക് നല്ല ആശങ്കയുണ്ട്, ഒപ്പം സംശയങ്ങളും. ടണലിലെ ആ ഗുഹയിൽ നിൽക്കെ മോൺസ്റ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യും? ആ മരം പിഴുതു മാറ്റുന്നത് ഒരു പുതിയ വാതിൽ തുറക്കുന്ന പോലെയാണ്. ശരി, ഇനി അസ്ഥികൾ പുറത്തു കൊണ്ടുവന്നിട്ട് പിന്നെന്താ? നമുക്കെല്ലാം സുഖമായി കാറുമെടുത്ത് ഇവിടുന്ന് ഓടിച്ചു പോയി രക്ഷപ്പെടാമെന്നാണോ? അങ്ങനെയുള്ള കുറേ വെപ്രാള ചോദ്യങ്ങൾ. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് കെന്നി പറയുന്നത് തുരങ്കത്തിലെ ആ ഗുഹയിൽ കയറി കഴിഞ്ഞാൽ അവിടെ കവാട പ്രദേശത്തേക്ക് ഒരു ടാർപ്പ മറയായി കെട്ടാം. ഒരു ഡോർ പോലെ അത് വർക്ക് ചെയ്യും. അതിനു മുന്നിൽ ടാലിസ്മാനെ സ്ഥാപിക്കാം. അത് സേഫാക്കുമെന്ന് വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. രണ്ടാമത്തെ കാര്യത്തിൽ ബോയ്ഡിന് പറയാനുള്ളത് മരം പിഴുതെടുക്കുന്നത് പുതിയൊരു ജനൽ അവർക്ക് തുറന്നു കൊടുക്കുന്നോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ മാനിനിയലോ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. ജിമ്മിനെ കൊന്നതും അവൻ തന്നെ. ഇനി അതുപോലെ ഓരോരുത്തരെയും കൊല്ലുന്നത് നോക്കി കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു വഴി, അത് മഷ്റൂം ട്രിപ്പിൽ വന്ന ഒരു മായ എന്ന് ഡോണ പറഞ്ഞാൽ തന്നെയും അതുമായി മുന്നോട്ട് പോവുക തന്നെ. പിന്നെ അവസാന കാര്യത്തിൽ ജെയ്ഡിനും കൃത്യമായ ഉത്തരമില്ല. ആസ്തി ശേഖരിച്ച് പുറത്തേക്ക് എത്തിയ ശേഷം രക്ഷപ്പെടാൻ വേണ്ടി അത് ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അവന് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഗുഹയിലെ കല്ലറയിൽ നിന്ന് അസ്ഥി പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ അസ്ഥികൾ സംരക്ഷിക്കും മോൺസ്റ്ററുകൾ ഉള്ളിലേക്ക് കടക്കുന്നതിൽ നിന്നും. കാരണം ആ ബോൺസ് അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണത് മൂടി വച്ചിരിക്കുന്നത് എന്ന് ജെയ്ഡ് കണ്ടെത്തിയൊരു കാര്യമാണ് ആ വിഷയത്തിലൂടെ. അങ്ങനെ ഡോണ ഈ ഡെഡ്ലി പ്ലാൻ കേട്ട് എന്ത് പറയണമെന്നറിയാൻ തരിച്ചു നിൽക്കുകയാണ് ക്രിസ്റ്റി അവിടേക്കെത്തി ബോയ്ഡിനെ വിളിക്കുന്നത്. ഫാത്തിമയുടെ അവസ്ഥയില്ലേ, അവൾ ഇതിനോടകം തന്നെ മരിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന ആ ഒരു കണ്ടെത്തലിന് ശേഷം ക്രിസ്റ്റിക്ക് ആകെ പേടിയായി. ക്ലിനിക്കിൽ ഫാത്തിമയെ നോക്കാൻ മരിയലിനെ ഏൽപ്പിച്ചിട്ട് അതും എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഫാത്തിമയെ ഏർപ്പെടുത്താനും ഒപ്പം അഥവാ ഹൃദയമിടിപ്പ് നിന്നുപോയാൽ അടിയന്തരമായി കൊടുക്കേണ്ട ഇഞ്ചക്ഷനും കയ്യിൽ കൊടുത്തിട്ടാണ് ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കോളനി ഹൗസിലേക്ക് എത്തുന്നത്. ഇതോടെ കെന്നിയും ജെയ്ഡും പദ്ധതികളുടെ തയ്യാറെടുപ്പിനായി പോകുമ്പോൾ ബോയ്ഡ് ഡോണയായി എല്ലാം ക്ലിയറാക്കാം, ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞിട്ട് ക്രിസ്റ്റിക്കടുത്തേക്ക് പോകുന്നു. എന്നാൽ ക്രിസ്റ്റി പറയുന്നത് തീർച്ചയായും ഷെരീഫിൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റുകയാണ്. ഫാത്തിമയുടെ പെട്ടെന്നുള്ള ഈ മൈന്യൂട്ട് ഹേർട്ട് ബീറ്റ് അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ് അയാൾക്കറിയില്ല. എന്തായാലും എല്ലീസിനെ ഇത് അറിയിക്കേണ്ട, ഒപ്പം ഫാത്തിമയും. ബോയ്ഡിൻ്റെ സംസാരം കേട്ട് ക്രിസ്റ്റി ചൂടാവുന്നു. കാരണം ഫാത്തിമയുടെ ഈ സിറ്റുവേഷൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഷെരീഫിൻ്റെ മനസ്സിൽ എന്തായാലും നാളെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, നമ്മളിവിടുന്ന് വീട്ടിൽ പോയിരിക്കും, ഫാത്തിമയെ ഒരു കാറിലാക്കി ഇവിടുന്ന് എങ്ങനെയും കൊണ്ടുപോകാം എന്നൊക്കെയാണ്. അതിനായി ക്രിസ്റ്റിയും കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. നാളത്തെ ദൗത്യത്തിന് അവളുടെ സഹായം വേണ്ടി വരുമെന്നും ഫാത്തിമയെ പരിപാലിക്കാനായി മരിയലിനെ അവിടെ തന്നെ നിർത്താമെന്നും ബോയ്ഡ് പറയുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, മാനിനിയലോ വന്നെന്ന വിവരം അറിഞ്ഞപ്പോഴേക്കും ബോയ്ഡിൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ് ഈ ടൗണിൽ നിന്നും ജെയ്ഡിൻ്റെ പ്ലാനിലൂടെ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ കാണാനാണ് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്നാൽ തബീത്തയോട് മാനിനിയലോ പറഞ്ഞത് വെച്ചിട്ട് ഇത് നല്ല ആശയം കെട്ടാത്ത പ്ലാൻ കൂടിയാണ്. ബിക്കോസ് അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഭവിഷ്യത്തായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് അയാൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. യുദ്ധഭൂമിയിലെ ഒരു മൈൻ പോലെയാണ് ഇപ്പോൾ ഹെൻറിയുടെ കാര്യം. അബദ്ധവശാവുന്ന ചവിട്ടിയ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിയാം. ഹെൻറിയുടെ വിഷൻസ് അതിന് മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുകയാണ് അയാൾ കോളനി ഹൗസിൽ ഇരിക്കുമ്പോൾ.
ഹൗസിനുള്ളിലായി കുട്ടികൾ കളിക്കുന്ന കരോസൽ റൈഡിലെ ഒരു കുതിര പ്രതിമ ഇരിക്കുന്നതുകൊണ്ട് ഇതിവിടെ എങ്ങനെ എത്തിയെന്ന് നിൽക്കുന്ന ഹെൻറിക്ക് പാറ്റി അവളുണ്ടാക്കിയ കുറച്ച് കുക്കീസും കൊണ്ടു കൊടുത്തിട്ട് ഇത് താൻ കാണാൻ തുടങ്ങിയിടം പോലെ ഇതിവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നു. ഈ നഗരത്തിലെ ബാക്കി കാര്യങ്ങളെപ്പോലെ ഇതിനുമൊരു യുക്തിയുമില്ല. ഇത് ഹെൻറിയുടെ മാനസികാവസ്ഥ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ലോകം വെറും ഒരു കള്ളമാണെന്ന് അയാളെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ചെയ്യേണ്ട ക്രൂരത ചെയ്യാൻ ഹെൻറിക്ക് ധൈര്യം ലഭിക്കും. പാറ്റിക്കുള്ളിൽ ഇപ്പോൾ നല്ല ടെൻഷനുണ്ട്. അത് മറക്കാനാണ് അവൾ ഇതുപോലെ കുക്കീസ് ഉണ്ടാക്കി നടക്കുന്നതൊക്കെ. അങ്ങനെ അതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതിന് പിറകെ ഒന്നെടുത്ത് കഴിക്കുന്നതും ഹെൻറിയിൽ സോഫിയയുടെ ബ്ലഡ് വീണ്ടും പ്രവർത്തിക്കുകയാണ്. പുതിയ വിഷൻ. അയാളിപ്പോൾ ആ സാങ്കല്പിക ലോകത്തെ ഒരു ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ഏരിയയിലാണ്. ഹെൻറിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണവും ഒപ്പം വിക്ടറുമുണ്ട് മുന്നിൽ. എന്ത് നല്ലൊരു ആംബിയൻസും. ഡോക്ടർ ബോയ്ഡ് പറഞ്ഞ കാര്യം എന്താ എന്നാണ് വിക്ടർ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന നമുക്കും ഹെൻറിക്കും കൺഫ്യൂഷൻ. കാരണം ആ ലേഡി ഡോക്ടറുടെ പേരും ബോയ്ഡ് എന്നാണ്. വീണ്ടും ടൗണിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ആ കണ്ണി, അതിനെ തകർത്ത് പുറത്തു വരുന്നതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം എന്തായെന്ന് വിക്ടർ ഹെൻറിയോടായി ചോദിക്കുവാണ്. ഈ ബോയ്ഡും ഈതനും ഡോണയും എല്ലാം അച്ഛൻ്റെ മായലോകത്തെ ഓരോ കഥാപാത്രങ്ങളാണെന്ന് തനിക്കറിയാമെന്ന് വിക്ടർ പറയുന്നുണ്ട്. കാരണം ഹെൻറി ഇടയ്ക്കിടെ പിച്ചും പയ്യും പറയാറുണ്ടത്രേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആ ആങ്കർ കണ്ണി എന്നത് വിക്ടർ ആണെന്ന് ഹെൻറിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് താൻ വിക്ടറെ നശിപ്പിക്കുന്നതെന്ന് പാവാച്ചൻ വിഷമിക്കുകയാണ്. എന്നാൽ ടിപ് ടോപ്പ് വിക്ടറുടെ മറുപടി ആകട്ടെ, ആ കാണുന്ന വിക്ടർ അവൻ ഒറ്റയ്ക്ക് ജീവിച്ചു വളർന്ന ഒരു സില്ലി മാനാണ്. യഥാർത്ഥത്തിൽ താൻ അങ്ങനെയല്ല. എനിക്കിവിടെ വിക്ടറും മെലോയ്സും എല്ലാം കൂടെയുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്താൽ എല്ലാം എളുപ്പമാണെന്ന് ഇവൻ യഥാർത്ഥ വിക്ടറെ കൊല്ലാനുള്ള ആ കനൽ വീണ്ടും പോയിക്കുന്നതും ഹെൻറി ടെൻഷനിലാവുന്നു. ആ ടെൻഷനിൽ വീണ്ടും തിരികെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പാവം വിക്ടറും അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ എന്തു പറ്റി എന്ന് വേവലാതിപ്പെടുകയാണ് അവൻ. എന്നാൽ ഹെൻറി ഒന്നും പറയാതെ തനിക്കുറിച്ച് സമയം വേണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. കാരണം ആ മായലോകത്തെ വീട്ടിലാണ് ഇപ്പോൾ അയാൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് പാവപ്പെട്ടവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും മിറാണ്ടയുടെയും എലോയിസിൻ്റെയും വിശ്രമ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുന്നത്. മിറാണ്ടയാണ് തബീത്ത എന്ന വലിയ സത്യം താൻ മനസ്സിലാക്കിയതേക്കുറിച്ചും അതിനർത്ഥം മിറാണ്ടയെ കല്ലറയിലില്ല, എലോയിസിനൊപ്പവും ഇല്ല എന്ന ചിന്തയാണ് അവന്. തബീത്തയാണ് മിറാണ്ടയുടെ ആത്മാവെങ്കിൽ താൻ ഈ കല്ലറയിൽ വന്ന് ആരോടാണ് സംസാരിക്കുന്നത്? തൻ്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോൾ തബീത്തയിലാണോ ഉള്ളത്? മൊത്തം കൺഫ്യൂഷനാണ് അവന്. ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരുമെന്നും. എന്നാൽ തൻ്റെ അച്ഛന് ഹെൻറിക്ക് ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയത്തുമില്ല. ഇവിടുന്ന് പോകും മുന്നേ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആശങ്ക പറഞ്ഞു നിൽക്കുകയാണ് ബോയ് ഇൻ വൈറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമേ വിക്ടർ നീരസത്തോടെ അവനോട് പോകാൻ പറഞ്ഞെങ്കിലും ബോയ് ഇൻ വൈറ്റ് അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു, എല്ലാവരും ഇപ്പോൾ അവിടെ ടൗണിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയുമോ നിനക്ക്? ഇത് കേൾക്കുന്ന വിക്ടർ ടണലിലേക്ക് പോകുന്നതല്ലേ എന്ന് ചോദിക്കുന്നെങ്കിലും പക്ഷേ അതല്ല, ആ ബോട്ടിൽ ട്രീ പിഴുതു മാറ്റാൻ പോവുകയാണ് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെക്കൻ. മുന്നേ തന്നെ വിക്ടർ ഒരിക്കൽ ആ മരം മുറിക്കാൻ തുനിഞ്ഞതാണ്. എന്നാൽ ഇതേ ചെക്കൻ അന്ന് കർശനമായി അത് പാടില്ലെന്ന് നിർത്തിച്ചിരുന്നു. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മരം മുറിച്ചാൽ വൻ അപകടമാണെന്ന് താൻ ഒരിക്കൽ പറഞ്ഞതല്ലേ എന്ന് വീണ്ടും വിക്ടർ ഓർമ്മപ്പെടുത്തുന്നതും അവനും അതിൽ പ്രശ്നമാണെന്ന് കണ്ട് നേരെ ടൗണിലേക്ക് പാഞ്ഞു പോകുന്നു. ഇന്നേരം തബീത്ത തൻ്റെ അനുഭവം കുട്ടികളോട് പങ്കുവച്ചു. മാനിനിയല്ലോ തങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഈതൻ്റെ ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോയതായും ജിമ്മിനെ കൊന്നത് അവനാണെന്ന് പറഞ്ഞതായും നോളജ് കംസ് അറ്റ് എ കോസ്റ്റ് എന്നെഴുതിയിരുന്നത് അപ്പോൾ അതാണോ എന്ന് ജൂലി ചോദിച്ചു. താബീത്തയും ജെയ്ഡും ഒരു കാര്യം കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ വില ജിമ്മിൻ്റെ ജീവനായിരുന്നു. ഇപ്പോൾ ഈ രണ്ടുപേരും അടുത്ത കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകുമ്പോൾ ഇനി അതിൻ്റെ വില താനോ ഈതനാണോ എന്ന് നീരസത്തോടെ ചോദിക്കുകയാണ് അവൾ. ഇവിടെ വെച്ചിട്ട് മാനിനിയലോയെ താനും നേരിൽ കണ്ടതായി ഒടുവിൽ ജൂലി ഒരാളോടെങ്കിലും തുറന്ന് പറയുന്നുണ്ട്. അച്ഛനെ രക്ഷിക്കാനെന്ന പ്രതീക്ഷയിൽ സ്റ്റോറി വാക്കിംഗ് നടത്തി ചെന്നെത്തിപ്പെട്ട ഒരു സമയത്ത് അയാൾ മനുഷ്യരെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് കേട്ട് തബീത്തയെ ഞെട്ടുന്നു. എന്നാൽ ജൂലി അക്കാര്യത്തിലേക്ക് വലുതായി പോകുന്നില്ല. ടൗൺ തനിക്കൊരു പ്രതീക്ഷ നൽകിയിട്ട് ജിമ്മിനെ രക്ഷിക്കാനുള്ള പ്രയത്നം നടത്തിയപ്പോൾ സത്യത്തിൽ അത് വെറുതെയായിരുന്നു. താനൊന്നും ചെയ്യാതെ തറയിൽ അപസ്വരം വന്ന് കിടക്കുക മാത്രമായിരുന്നു എന്ന് സ്വയം പരിഹസിക്കുന്നു. അവൾ ഉദ്ദേശിക്കുന്നത് ടൗൺ നമ്മളെ നോവിക്കുകയാണ്. അതിൻ്റെ ചതിയിൽ വരുന്നതാണ് ഈ പ്രതീക്ഷകളൊക്കെയും. അതിന് പിറകെ ഇങ്ങനെ പോകുന്നത് നിർത്താൻ നിർബന്ധിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ ആ ടാലിസ്മാൻ എടുത്തിട്ട് വന്ന് താബീത്തയോട് ചോദിക്കുന്നു, ഇതവളാണോ പണ്ട് നിർമ്മിച്ചതെന്ന്? പഴയ ഓർമ്മകൾ വെച്ചിട്ട് എങ്കിൽ ഇതൊന്ന് കണ്ടുപിടിച്ചൂടെ എന്ന് നിൽക്കുന്ന ജൂലിയോട് അതങ്ങനൊന്നും ചിന്തിച്ച് നോക്കാൻ കഴിയില്ലെന്ന് താബി മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജൂലി ആ ഒരു തീരുമാനത്തിൽ തന്നെ ഇതൊന്നും യഥാർത്ഥമല്ല, പ്രതീക്ഷ അന്ന് നമ്മളെ തകർക്കാനുള്ള കളവാണല്ല, ഇതൊന്നും വേണ്ടെന്ന് തന്നെ നിൽക്കുവാണ് അവൾ. സ്റ്റോറി വാക്കിങ്ങിൻ്റെ പരാജയത്തിന് ശേഷം ഇങ്ങനെയാണ് ജൂലി. ആരും വലിയ കാര്യമാക്കണ്ട. പക്ഷെ ഒരു കാര്യം, ജൂലി പിന്നീട് അവളുടെ ഈ നിലപാട് മാറ്റും എന്ന് നമുക്കറിയാം. സീസൺ 3യുടെ അവസാനത്തിൽ ജൂലിയുടെ ഒരു വെർഷൻ അവളുടെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനർത്ഥം അവൾ പിന്നീട് ആ ബുക്ക് മാർക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കുമെന്നാണ്. എങ്കിലും ഈതനും ആ മാനിൻ്റെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കഥ ഒരിക്കൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് തിരുത്താൻ കഴിയില്ല. സോ അതെങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. സോഫിയുടെ ആ മലിന രക്തം പകർന്നു കിട്ടിയതോടെ ക്ലാര ചെയ്യുന്നാകട്ടെ അവൾ ക്ലിനിക്കിലേക്ക് പോവുകയാണ്.
അകത്തേക്ക് കയറും മുന്നേയായി ആരും കാണാതെ തൻ്റെ കയ്യിലെ ആ മുറിവ് ഒന്ന് ഞെക്കി അതിൽ നിന്നും ചോര വരുത്തി. എന്നിട്ട് കയ്യിലുള്ള ഒരു ഫ്ലാസ്കിലെ ഔഷധ ചായയിലേക്ക് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അത് ചെയ്യുന്നതെന്നോ അകത്തേക്ക് കയറി മരിയലിനെ കണ്ടിട്ട് ഇത് തൻ്റെ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഔഷധ ചായയാണെന്നും ഇത് ഫാത്തിമയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഫാത്തിമയും തരം പസിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ എന്തിലേലും എൻഗേജ് ആക്കണമെന്നുള്ള ബുദ്ധിയിൽ മരിയൽ നൽകിയതാണത്. തൻ്റെ കുടുംബത്തിൽ പാരമ്പര്യം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിതെന്നും കുടിച്ചാൽ ഫാത്തിമയുടെ അസുഖങ്ങളെല്ലാം ഭേദമാകുമെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ അവളത് സന്തോഷത്തോടെ സ്വീകരിച്ച് മാറ്റിവെക്കുന്നു. എന്നാൽ ചൂടാറ മുന്നേ കുടിക്കണമെന്ന് പറഞ്ഞ് അതപ്പോൾ തന്നെ കുടിപ്പിച്ചിട്ട് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ചതി ഇനി നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ബോയിഡ് നേരം സാറെ കണ്ടെത്തി തൻ്റെ അടുക്കലേക്ക് വിടാനായിട്ട് ക്രിസ്റ്റിയോടെ ഏൽപ്പിച്ചിട്ട് ചാപ്പലിൽ വന്ന് നിൽക്കുവാണ്. പുള്ളി പ്രാർത്ഥിക്കുവാണ്. കാണുമ്പോൾ ഇത്തിരി തമാശ പോലെ തോന്നുമെങ്കിലും അയാൾ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ദൈവത്തോടെന്ന പോലെ പറയുവാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എല്ലിസിനും ഫാത്തിമയ്ക്കും ഒന്നും വരുത്തരുത്. എന്നെ പരീക്ഷിക്കുമ്പോൾ അത് ബാക്കിയുള്ള കുറേ പാവങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട്, അവരെ വെറുതെ വിട് എന്നൊക്കെയുള്ളൊരു വെറൈറ്റി പ്രാർത്ഥന. എന്തായാലും ഈ പ്രയർ നീണ്ടുപോയി വീണ്ടും കോമഡിയാവും മുന്നേ സാറെ എത്തുന്നുണ്ട്. അവളെ വിളിപ്പിച്ചത് ഒരാശ്വാസത്തിന് വേണ്ടിയാണ്. ഫാത്തിമയുടെ ആരോഗ്യസ്ഥിതി വിചിത്രമാം വിധം മരണപ്പെട്ട ഒരു വ്യക്തിയുടെ പോലെയാണെന്നുള്ള കാര്യം അറിയിച്ച ശേഷം സാറ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അന്നൊരിക്കൽ ഫാത്തിമയെ കാണാതെ പോയ സമയത്ത് അവൾ പറഞ്ഞിരുന്നു അവൾക്കുള്ളിലെ ആ വോയിസുകൾ പുച്ഛിച്ച് ചിരിക്കുകയാണെന്ന്, ഫാത്തിമയെ കിട്ടില്ലെന്നുള്ള തങ്ങളുടെ അവസ്ഥയെ ഓർത്ത്. എന്നാൽ ഒടുക്കം നമ്മൾ ഫാത്തിമയെ ജീവനോടെ കണ്ടെത്തിയില്ലേ, അതിനർത്ഥം നമ്മൾ അവറ്റകളെ തോൽപ്പിച്ചെന്നല്ലേ എന്ന് ബോയിഡ് ചോദിക്കുകയാണ്. എന്നാൽ സാറയ്ക്കതിന് കൃത്യമായ ഉത്തരമില്ല. കാരണം അവളെ തിരിച്ചു കൊണ്ടുവന്നു എന്നത് നേര് തന്നെ. എന്നാൽ പഴയ പോലെ അല്ല. ഫാത്തിമയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദുരന്തങ്ങളാണ്. അന്ന് നമ്മൾ ഫാത്തിമയെ രക്ഷിച്ചു എന്നത് ശരിയായിരിക്കാം. പക്ഷേ ഒരു രാക്ഷസന് ജന്മം നൽകുന്നതിൽ നിന്നും അവളുടെ ശരീരം നശിക്കുന്നതിൽ നിന്നും അവളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന ചിന്തയാണ് അവളിൽ. സാറ എന്തായാലും ഇതേക്കുറിച്ചൊന്നും പറയാതെ ബോയിഡിനൊപ്പം നാളത്തെ ദൗത്യത്തിൽ താനും കൂടി ഉണ്ടാകും എന്നൊരു ബലം കൊടുത്തിട്ട് പോകുന്നു. ഈ ടൈമിലാണ് വിക്ടർ കല്ലറയിൽ വെച്ച് ബോയ് ഇൻവൈറ്റിനെ കാണുന്നത്. ബോട്ടിൽ ട്രീ നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന ചെക്കൻ്റെ മുന്നറിയിപ്പിൽ വിക്ടർ ഓടി തിരികെ ടൗണിലേക്ക് എത്തുമ്പോൾ ബോയിഡ് സംഘവും ബാറിൽ നേരം അന്തിമ തയ്യാറെടുപ്പിലാണ്. കമ്മ്യൂണിക്കേഷൻ. ഒരു സംഘം താഴെയും മറ്റു സംഘം മുകളിലും നിൽക്കുമ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജെയ്ഡിൻ്റെ ബുദ്ധിയിൽ അവൻ നിർമ്മിച്ചെടുത്ത ഒരു മോഴ്സ് കോഡ് റേഡിയോ. അതിൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഡോട്ട് ഡാഷ് വെച്ചിട്ട് തങ്ങൾ ഗുഹയിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് മരം പിഴുതും മരം നിൽക്കുന്നവർക്കടുത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാനാകും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുമാകും. അങ്ങനെ ഇതെല്ലാം എടുത്ത് കോളനി ഹൗസിലേക്ക് തിരിക്കാൻ നേരമാണ് വിക്ടർ അങ്ങോട്ടേക്ക് വെപ്രാളപ്പെട്ട് ഓടിയെത്തുന്നത്. ബോട്ടിൽ ട്രീ മുറിച്ച് മാറ്റരുതെന്നും അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നും തന്നോട് ബോയ് ഇൻവൈറ്റ് പറഞ്ഞതായി നിൽക്കുന്ന കണ്ട് ബോയിഡ് അത് ഗവനിക്കാതെ എങ്കിൽ ആ ചെക്കൻ എന്തുകൊണ്ട് നേരിട്ട് വന്ന് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നു. ഈ ടൗണിൽ തങ്ങളെ വെച്ച് കളിക്കുന്ന പല ഐറ്റങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏക വഴിയും തടയാൻ ശ്രമിക്കുന്ന ആ ബോയ് ഇൻവൈറ്റ് എന്ന് വിക്ടറോട് പറയുന്നതും അവന് മനസ്സിലായി. ഇനി ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്. താനിത് എന്തായാലും നിർത്തിക്കാൻ പോവാണെന്ന് പുറത്തേക്കിറങ്ങി അരിശം മൂണ്ട് നടക്കുന്നതും ബോയിഡും കെന്നിയും പിറകെത്തി അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിതേക്കുറിച്ച് അകത്തിരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ വിക്ടർ നിൽക്കുന്ന മട്ടില്ല. കുട്ടികളെ പോലെ ഷാഠ്യത്തിൽ നിൽക്കുന്നവനെ പിന്നെ വേറെ വഴിയില്ലാതെ ബലം പ്രയോഗിച്ച് പിടിച്ച് നിർത്തിക്കുകയാണ്. നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് വിക്ടർ കരഞ്ഞു പറയുന്നു. ബോയിഡും അവനെ ശാന്തനാക്കാനെന്ന പോലെ സംസാരിച്ച് തൽക്കാലത്തേക്ക് കൈവിലങ്ങം ധരിപ്പിക്കുന്ന ആ ഒരു സമയത്താണ് തബീത്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവൾ നിർത്തിക്കാൻ ശ്രമിക്കുന്നെങ്കിലും കെന്നി തൽക്കാലത്തേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കാര്യം നിരക്കുന്ന തബീത്തയോടായി ഇതുപോലെ ബോയ് ഇൻവൈറ്റ് മരം മുറുക്കിയിരുന്ന് പറഞ്ഞതിനെ ചൊല്ലി ഉള്ള പ്രശ്നമാണെന്ന് കേൾക്കുന്നതും ഇപ്പോൾ തബീത്തയ്ക്കും അതിൽ വിശ്വാസമില്ല. മാനിനെല്ലോയെ നേരിട്ട് കണ്ടതോടെ ഇനി ഈ ചെക്കൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ പറ്റില്ലെന്ന് നിന്നിട്ട് ഒരു വലിയ കാര്യം പറയുവാണ്. ആ ടണലിലേക്ക് പോകേണ്ടത് താനാണ്, ഒപ്പം ജെയ്ഡ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനെ പറയാൻ കാരണം അവൾക്കൊരു വലിയ തിരിച്ചറിവ് സംഭവിച്ചു. വീടിന് പുറത്തെ സിറ്റൗട്ടിലായി ആ ടാലിസ്മാനം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തബീത്ത. ഈദിനവിടേക്ക് വന്നിരുന്നു. ഇനിയൊരു പക്ഷേ അന്ന് ലേക്ക് ഓഫ് ടീയേഴ്സ് കണ്ടുപിടിക്കാൻ അച്ഛൻ്റെ രൂപത്തിൽ വന്നത് ഈ മാനിനെല്ലോ ആണോ എന്ന് അവൻ സംശയം പ്രകടിപ്പിച്ചു. കാരണം അന്നങ്ങനെ പോയതുകൊണ്ടായിരുന്നല്ലോ സെറ്റിൽമെൻറ്റ്സിൽ വെച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്. തബീത്തയ്ക്ക് ഇതേക്കുറിച്ചൊന്നും പറയാൻ അറിയില്ലായിരുന്നെങ്കിലും സത്യത്തിൽ അവർക്ക് നല്ലൊരു പിന്തുണയും പ്രചോദനമായിരുന്നു ഈദിൻ്റെ പിന്നീടുള്ള വാക്കുകൾ. ഈ സ്ഥലം നമ്മളെ ഭയപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. പക്ഷേ ഓർമ്മിച്ചെടുക്കുന്ന കാര്യങ്ങൾ വെച്ച് പേടിക്കാതെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ഈദൻ വളരെ നല്ലൊരു മോട്ടിവേഷൻ നൽകി. ജൂലിയുടെ നെഗറ്റീവ് സംസാരത്തിൽ നിന്നും ഇത് തബീത്തയ്ക്ക് ഒരു വലിയ റിലീഫായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ജിം മാനിനിയൽ രൂപം മാറിയതാണെന്ന്? ഏയ്, അതാകാൻ വഴിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവരാ ചെന്നത് ലേക്ക് ഓഫ് ടീയേഴ്സ് ആണെന്ന് നമുക്ക് ഇപ്പോഴും സംശയമാണ്. ആ കിളിയെ ഹീൽ ചെയ്യാൻ കഴിഞ്ഞതുമില്ലല്ലോ. പിന്നെ ഇതിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജിം വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ ഭയത്തോടെ കാട്ടിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇത് ആ യെല്ലോ സൂട്ട്മാൻ്റെ സ്വഭാവമല്ല. കാരണം അയാൾ ഒന്നിനും ഭയപ്പെടാറില്ല. മാത്രമല്ല ജിം പെട്ടെന്നാണ് അപ്രത്യക്ഷമായത്. ഒരാൾ നേരിട്ട് ശരീരത്തോടെ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമാവാൻ കഴിയില്ല. അത് വെറും ഒരു വിഷനാകാനാണ് സാധ്യത കൂടുതൽ.
എന്നാലും ഇപ്പോൾ ടാബി അങ്ങനെ ഈദിനുമായി സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് വീണ്ടും അത് സംഭവിച്ചത്. അവൾ വീണ്ടും ആൺകുട്ടികളെ കണ്ടു. കുറേ നാൾക്ക് ശേഷം കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെല്ലാം തബീത്തയെ നോക്കി അവളുടെ നേരെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയായിരുന്നു. അവരെന്തോ സൂചിപ്പിക്കുകയാണെന്ന് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും തബീത്ത കയ്യിലിരിക്കുന്ന ടാലിസ്മാനെ നോക്കി. ഇതിലൂടെ അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു തിരിച്ചറിവ് ലഭിച്ചു. ആ ചടങ്ങ് നടത്തേണ്ടത്, അതായത് ടണലിൽ പോയി അസ്ഥി കൈപ്പറ്റേണ്ടത് അങ്ങനെ ആരെങ്കിലുമല്ല, അത് കൃത്യമായി ജെയ്ഡും തബീത്തയും മാത്രമാണ്. ഈ ഒരു വലിയ കാര്യം പറയാനാണ് ബോയ്ഡിൻ്റെ അടുത്തേക്ക് വന്നതും ആ സമയം വയലൻ്റായ വിക്ടറെ ബലം പ്രയോഗിച്ച് ഹാൻഡ് കഫ് ചെയ്യുന്നത് കാണുന്നതും. ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പ്രശ്നത്തെ തൽക്കാലത്തേക്ക് ഒതുക്കുകയാണ് വിക്ടറിൻ്റെ കാര്യത്തിൽ എന്ന് നിൽക്കുന്ന ബോയ്ഡിനോട് തബീത്ത ഇക്കാര്യം പറയുന്നു. ഇതിനവൾ പറയുന്ന കാരണം വളരെ യുക്തിസഹമാണ്. അവരെ സംരക്ഷിക്കുന്ന ആ തകിടുകൾ ടാലിസ്മാനിൽ വരച്ചിരിക്കുന്നത് 2 വ്യക്തികളുടെ രൂപമാണ്. ആ 2 പേർ മുമ്പ് ഫെയിലായി പോയ താനും ജെയ്ഡുമാണെന്ന് തബീത്ത വിശ്വസിക്കുന്നു. അതായത് ആൺകുട്ടികൾ അവൾക്ക് നേരെ ചൂണ്ടി നിന്നതിനർത്ഥം വേറൊന്നുമല്ല, അത് നിന്റെ ഊഴമാണ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ തബീത്ത ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു പക്ഷേ നേരത്തെ സോഫിയ ക്ലാരയുടെ പറഞ്ഞ ആ ആചാര രീതി ആയിരിക്കാം. ടൗണിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനും അതിൻ്റേതായ മുറയുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നില്ലേ. എന്തായാലും ഇപ്പോൾ ആൺകുട്ടികൾ മുഖേന തബീത്ത അറിഞ്ഞിരിക്കുകയാണ് ആ ഒരു കാര്യം. അതായത് ആ ഒരു റിച്വൽ ശരിയായ ആളുകൾ മാത്രം ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, തബീത്ത ആ ടാലിസ്മാൻ കാണിക്കുമ്പോൾ അതിൽ കുട്ടികളുടെ പ്രതീകമായിട്ടുള്ള ചിഹ്നങ്ങൾ 8 എന്നാൽ ആൺകുട്ടികൾ മൊത്തം 7 പേരേ ഉള്ളൂ. അതിനർത്ഥം ആ കൂട്ട സാക്രിഫൈസിൽ നിന്ന് ഒരു കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണോ? അങ്ങനെയെങ്കിൽ അതാണോ ഈ ബോയിൻ ബൈറ്റ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ആ താലിസ്മാൻസിൽ എതിർവശങ്ങളിലായി കാണിച്ചിട്ടുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചിത്രങ്ങൾ നന്മയും തിന്മയും പകലും രാവും തമ്മിലുള്ള വ്യത്യാസത്തെയും സൂചിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ മറ്റൊരു സാധനം, മറ്റൊരു മണിയടി. കൂടണയാനുള്ള ബെല്ല് മുഴക്കി തിരികെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വിക്ടർ അവിടെ തന്നെ ഉണ്ട്. അവനെ തൽക്കാലത്തേക്ക് ശാന്തനാക്കാൻ ലോക്ക് റൂമിൽ ഇട്ടതാണേലും ഇപ്പോൾ അനങ്ങാതെ അവിടെ തന്നെ ഇരിപ്പാണ്. ദേഷ്യവും അതുപോലെ തന്നെ പേടിയും വിക്ടറിനുള്ളിലുണ്ടെന്ന് ബോയ്ഡിന് വ്യക്തമായി അറിയാം. സത്യം പറഞ്ഞാൽ കൂട്ടക്കൊലയ്ക്ക് ശേഷം വിക്ടർ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവനോടെ ഇരുന്നതിന് കാരണം ആ ബോയിൻ വെയിറ്റ് കുട്ടിയാണ്. അതുകൊണ്ട് വിക്ടറിന് അവനിൽ നല്ല വിശ്വാസമുണ്ട്. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ വിക്ടർ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ട്, ഹെൻറിക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാൻ വളരെ എളുപ്പവുമാണ്. എങ്ങനെയെന്നാൽ എല്ലാവരും നാളത്തെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹെൻറി വിക്ടറിനെ ലക്ഷ്യം വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ ജയിലിനുള്ളിൽ കിടക്കുന്ന വിക്ടറിന് സ്വയം രക്ഷപ്പെടാനും കഴിയില്ല. കാലങ്ങളായി ഇവിടെ കഴിയുന്ന വിക്ടർ പറയുന്നത് അങ്ങനെ തള്ളിക്കളയാനാവില്ലെന്നും ബോയ്ഡിന് വ്യക്തമായി അറിയാം. ഒരു കരുതലെന്നോണം കെന്നിയോട് നാളത്തെ ദൗത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുവാണ് ബോയ്ഡ്. കാരണം ഇതിനെല്ലാം ഇറങ്ങിത്തിരിച്ച് ഒടുക്കമിനി എന്തെങ്കിലും വലിയ അപകടമുണ്ടായാൽ ടൗണിൻ്റെ സംരക്ഷണത്തിനായി ഡോണയ്ക്കൊപ്പം കെന്നിയും വേണമെന്നാണ് ബോയ്ഡിൻ്റെ കണക്കൂട്ടൽ. കെന്നി വിസമ്മതിക്കുന്നെങ്കിലും മുന്നേ ടോട്ടോ ഉപയോഗിക്കാൻ ബോയ്ഡിനെ നിർത്തിപ്പോയത് കെന്നിയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ പിരിഞ്ഞ് കാര്യങ്ങൾ ജാഗ്രതയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. ഭയത്തോടെയാണെങ്കിലും കെന്നിക്കൊടുവിൽ അത് കേൾക്കുകയും നിവൃത്തിയുള്ളൂ. അങ്ങനെ അവർ ഫാദർ കാത്തറി മരിക്കുന്നതിന് മുമ്പേ കൊണ്ടുവന്ന ആ വിസ്കിയുടെ അവസാനത്തെ സിപ്പും എടുത്ത് അവരൊന്ന് ക്ലിയർ ആകുമ്പോൾ ഇതിനിടയിൽ ഒരു വലിയ ചതി നടക്കുന്നുണ്ട്. മുന്നേ മണിയടിക്കുന്ന സമയം ബോയ്ഡ് സോഫിയെ കണ്ടിരുന്നു. അവളപ്പോൾ ഡൈനറിലേക്ക് പോവുകയായിരുന്നു. കയർ വെച്ചുള്ള ഏണി നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ ഇന്ന് അവൾ അവിടെ തങ്ങുകയാണെന്ന് പറഞ്ഞെങ്കിലും അവിടെ വാസ്തവത്തിൽ ആളുകൾ ഏറെ ഉണ്ടായിരുന്നു. റോബ്ലാഡർ നിർമ്മിക്കാൻ ഒരു നല്ലവളെ പോലെ അവൾ കയറി കൂടുന്നെങ്കിലും അവൾ ആദ്യം തന്നെ ആ ജൂക്ക് ബോക്സ് ഓണാക്കുവാണ്. അത് വർക്കൊന്നും ചെയ്തിരുന്ന ബാക്ടീരിയ പറയുന്നതും സോഫി അത് ഞെക്കി ഓണാക്കുമ്പോൾ ലക്കെന്നാണ് ബാക്കിയുള്ളവർ കരുതുന്നത്. എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വെളിച്ചവും ശബ്ദവും കേട്ട് കുറച്ച് മോൺസ്റ്റേഴ്സ് അവിടെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്യുക എന്നും ചോദിച്ചുകൊണ്ട്. ഇത് കണ്ട് ഭയപ്പെടുന്ന ആ ഒരു സമയം സോഫിയ ആരും കാണാതെ ഒരു കത്തി ഉപയോഗിച്ച് ആ റോപ്പിൻ്റെ ഒരു ഭാഗത്ത് പകുതി മുറിച്ചു വയ്ക്കുന്നു. വരാനിരിക്കുന്ന ഈ ഒരു ചതി അറിയാതെ അവർ പണി തുടങ്ങുമ്പോൾ അങ്ങ് ക്ലിനിക്കിലും പണി തുടങ്ങി. പിന്നെ ഡൈനറിൽ നിന്ന് പോകും മുന്നേ ഒരു കൊച്ചു കാര്യം, ജാക്സൺ ബ്രൗണിൻ്റെ 1972 പ്രശസ്തമായ ഡോക്ടർ മൈ ഐസ് എന്ന പാട്ടാണ് അതിൽ പ്ലേ ആകുന്നത്. അതിലെ വരികൾ ഹെൻറിയുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമെന്നാണ്. ഞാൻ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ആ വരികളുടെ അർത്ഥം. കൂടാതെ സൈക്കോ കില്ലർ എന്നൊരു പാട്ടും അതിലുണ്ട്. സോഫിയുടെ ഇപ്പോഴത്തെ രീതിക്ക് ചേർന്നൊരു പേരും കൂടിയല്ലേ അത്. അവളുടെ ആ ബ്ലഡ് ക്ലാരയിലൂടെ ഇപ്പോൾ ഫാത്തിമയിൽ ചെന്നതോടെ അവൾക്ക് രാത്രിയായപ്പോൾ കലശലായ വയറുവേദന. ആ വെരിക്കോസ് അവസ്ഥ കൂടുതലാവുന്നതോടൊപ്പം തന്നെ വിചിത്രമായി അവളുടെ മുടിയും ഇളകി വരാൻ തുടങ്ങുകയാണ്. ഇതൊരു ഭീകര സിറ്റുവേഷനാണ്. ഫാത്തിമയിൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന മരിയലിൻ്റെ ജീവന് ഇത് തീർച്ചയായും ആപത്ത് തന്നെയാണ്. ഫാത്തിമ മെല്ലെ മെല്ലെ ഒരു രാക്ഷസിയെ മാറിക്കൊണ്ടിരിക്കുകയാണോ? പ്രത്യേകിച്ച് ഈ സീരീസിലെ ഏറ്റവും ഭയാനകരമായ കഥാപാത്രങ്ങളൊന്നായ കിമോണോ ലേഡിയായി ഫാത്തിമ മാറാൻ സാധ്യതയുണ്ടോ എന്നാണ് പലരും സംശയിക്കുന്നത്. ക്ലാര കൊടുത്ത രക്തം കുടിച്ചതോടെ ഫാത്തിമയിലുണ്ടാകുന്ന ഒരു മാറ്റം അതെന്തായാലും അതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചിരിക്കാം. എന്തായാലും ഫാത്തിമയുടെ കാര്യത്തിൽ വളരെ വലിയൊരു ദുരിതം കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. ബോയ്ഡ് പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം രാവിലെ പദ്ധതി ആരംഭിക്കുകയാണ്. ദൗത്യം വളരെ സിമ്പിളാണ്.
ജെയ്ഡും തബിതയും ആ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആ കുട്ടികളുടെ എല്ലുകൾ അടങ്ങിയ കല്ലറ പൊളിച്ചു മാറ്റി അത് കൈക്കലാക്കുന്നു. മുകളിൽ നേരം ബോയ്ഡിൻ്റെ സംഘം ആ ബോട്ടിൽ ട്രീ വെട്ടി മാറ്റുമ്പോൾ അതിലേക്കിടുന്ന കയർ കൊണ്ടുള്ള ഏണി വഴി പുറത്തേക്ക് വരുന്നു. കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാൻ ജെയ്ഡ് നിർമ്മിച്ച ആ മോഴ്സ് കോഡ് റേഡിയോ അവിടെ കൈവശമുണ്ട് താനും. ടണലിലെ ഗുഹയിലേക്ക് എത്തിയ ശേഷം അതിൻ്റെ എൻട്രൻസ് ടാർപോളിൻ ഷീറ്റും താലിസ്മാനും ഉപയോഗിച്ച് അവരടയ്ക്കും. അതിലൂടെ രാക്ഷസന്മാർ അകത്തേക്ക് വരില്ല എന്നാണ് കരുതുന്നത്. ശരിക്കും വളരെ ധീരമായൊരു പ്ലാൻ തന്നെയാണിത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെയ്ഡും തബിതയും കാട്ടിലൂടെയുള്ള വഴിയാണ് ആ തുരങ്കത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത്. മുന്നേ ഒരിക്കൽ ജെയ്ഡ് കയറി പോയതും വിക്ടറും തബിതയും ഇറങ്ങി വന്നതുമായ ആ ഒരു വഴി. കോളനി ഹൗസിൻ്റെ ബേസ്മെൻറ്റിൽ പുതുതായി കണ്ടെത്തിയ വാതിലൂടെ അവർ പോകുന്നില്ല, കാരണം അത് ലോക്ക്ഡ് അല്ലേ. അങ്ങനെ ആണെങ്കിൽ ആ വാതിൽ അവിടെ കണ്ടെത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരുപക്ഷെ ഫിനാലെ എപ്പിസോഡിൽ ആരെങ്കിലും തബിതയും ജെയ്ഡിനെ രക്ഷിക്കാൻ വേണ്ടി കോളനി ഹൗസിലെ വാതിലൂടെ താഴേക്കിറങ്ങി പോകുമോ? നമുക്ക് കണ്ടറിയാം. കല്ലറ പൊളിക്കാൻ വേണ്ട ശവലും ക്രോബാറും അങ്ങനെ ഓരോന്ന് ജെയ്ഡ് സഞ്ചിയിലാക്കുമ്പോൾ തബിത കുട്ടികളോട് യാത്ര പറയുവാണ്. ഈതനും ജൂലിയും കോളനി ഹൗസിൽ നിൽക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തി ധൈര്യം കൊടുക്കുന്നു. താൻ മണിക്കൂറുകൾക്കകം തിരിച്ചു വരുമെന്നും ജെയ്ഡിനെയും തന്നെ സംരക്ഷിക്കാൻ ആസ്തികൾക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈതന് പേടിയാണ് ഇനി അവർ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന്. ഈ അസ്ഥികൾ കളക്ട് ചെയ്യുന്നതോടെ നമ്മളിവിടുന്ന് രക്ഷപ്പെടുന്നതിന് അടുത്തെത്തുമെന്നും എനിക്ക് തന്ന ഉപദേശം പോലെ പേടിക്കാതെ ധൈര്യമായി നിൽക്കുക എന്നങ്ങനെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജെയ്ഡ് പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗ്യവതിയാണ്, പോകണ്ടെന്ന് പറയാൻ എത്ര പേരാ. എൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി പോലും ആ പാതാളത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. തമാശ പറഞ്ഞങ്ങനെ പോകുമ്പോൾ എന്നാൽ ഇതെല്ലാം അവിടെ കണ്ടുനിന്ന തോരപ്പൻ കൊച്ചുണ്ണി ക്ലാര അവളോടും തന്നെ കണ്ണുവെട്ടിച്ച് നേരെ ഡൈനറിൽ നിൽപ്പുണ്ടായിരുന്ന സോഫിയ ഇക്കാര്യം അറിയിച്ചു. സോഫിയ തൻ്റെ പ്ലാനുകളെല്ലാം വളരെ കൃത്യമായി നടക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. എന്താണ് ചെയ്യുന്നതെന്നില്ലല്ലോ കാര്യം, അതെങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നതിലാണ് ഇതിൻ്റെ വിജയം ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ. തബീത ആ ടണലിലേക്ക് പോകുന്ന സംഘത്തിലില്ലെന്ന് കരുതിയാണ് സോഫിയ രസിച്ചത്. കാരണം ഈ ആചാരം പൂർത്തിയാക്കണമെങ്കിൽ ആ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത് ജെയ്ഡും തബീതയും തന്നെ ആയിരിക്കണം. അവസാന നിമിഷമുണ്ടായ ഈ ഒരു മാറ്റം ക്ലാര ഒന്ന് അറിയിക്കുമ്പോൾ അത് സോഫിയ പോലും യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവൾ ക്ലാരയോട് നീ ഇതെന്നോട് കുറച്ചുകൂടി മുമ്പേ ഒന്ന് പറയേണ്ടായിരുന്നു എന്ന് ദേഷ്യത്തോടെയും പരിഭ്രമത്തോടെയും പറയാൻ നമ്മൾ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ കറക്റ്റായിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ റോബ് ലാഡറിൽ നല്ലൊരു പണി ഇരിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ ഒരു സമയത്ത് തന്നെ അവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നു. എൽജിനും ഈ ഡൈനറിൽ തന്നെ ഉണ്ടായിരുന്നു. ശരീരത്തിൽ കേടുപാടുണ്ടായതുകൊണ്ട് അവൻ ആ ദൗത്യത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ സ്റ്റോറേജ് യൂണിറ്റിൽ ഓരോന്നായി സെർച്ച് ചെയ്ത് നിൽക്കെ കുറച്ച് പഴയ ഫോട്ടോസ് കണ്ടെത്തുകയാണ്. അതോരോന്നായി രസത്തോടെ നോക്കി നിൽക്കെ പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ ഒരതിശയഭാവം. കാരണം ആ ഒരു പഴയ ഫോട്ടോയിൽ അതാ സോഫിയ. ഓ മൈ ഗോഡ്, അതും അവൾ മറ്റൊരു ഡ്രസ്സിൽ. സത്യത്തിൽ അത് ഫ്രം വില്ലയിലെ പഴയ ഏതൊരു സൈക്കിളിലുണ്ടായ സമയത്തെ ഫോട്ടോയാണ്. ഈ കിടങ്ങേശ്വർ എന്ത് ചെയ്യുന്നു അത് മനസ്സിലാക്കാതെ നേരെ കൊണ്ട് കാണിക്കുവാണ്. നോക്കൂ സോഫിയ, നിന്നെപ്പോലെ ഒരാൾ ദേ ഈ പഴയ ഫോട്ടോയിൽ. എന്നാൽ ഇപ്പോൾ ക്ലാരയുടെ ബാഡ് ന്യൂസ് കേട്ട നീരസത്തോടെ നിൽക്കുന്ന സോഫിയ വളച്ചിട്ടില്ലാതെ പറയുകയാണ്, അത് ഞാൻ തന്നെ. ഇത് കേട്ട് എലിജിനൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് ഈ ടൗണിൽ വെച്ച് മരിച്ചുപോയ ആളുകളുടെ രൂപത്തിലേക്ക് മാത്രമേ മാറാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് സോഫിയ ക്ലാരയോട് ഡൈനറിൻ്റെ വാതിൽ പൂട്ടാൻ പറയുന്നു. ആകാശക്കുഴപ്പത്തിൽ നിൽക്കുന്ന എൽജിൻ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കുമ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. സോഫിയ എൽജിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്ന ആ ഒരു നിമിഷം അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന സത്യം തിരിച്ചറിയുകയാണ്. ഇവിടെ മാനിനിയലയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വന്നിരിക്കുകയാണ്. അയാൾക്ക് മരിച്ചുപോയ ആളുകളുടെ രൂപം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. എൽജിൻ കണ്ട പഴയ പോളോയിഡ് ഫോട്ടോ 1960s 70s എടുത്ത സോഫിയുടേതാണ്. വിക്ടർ ഈ നഗരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ വിക്ടറിന് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണത്. ഇതിനർത്ഥം നമ്മളിപ്പോൾ കാണുന്ന സോഫിയ പണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. മുന്നത്തെ ഏതൊരു സൈക്കിളിൽ കൊല്ലപ്പെട്ടതാകണം അവർ. ആ രൂപമാണ് മാനിനിയലോ കവർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മരിച്ചവരുടെ ആരുടെ രൂപം വേണമെങ്കിലും ആ എൻറ്റിറ്റിക്ക് സ്വീകരിക്കാം. ജിമ്മിൻ്റെയോ ഫാദർ കാതറിയുടെയോ ഇന്നലെ മരിച്ച റോജറിൻ്റെ വരെ. ദാറ്റ് മീൻസ് നമ്മളീ കാണുന്ന മാനിനിയലോ സ്യൂട്ടും മുമ്പ് മരിച്ച ഒരു ടൗൺ വാസിയാണ്. ആ രൂപത്തിലാണ് നമ്മൾ ഈ എൻറ്റിറ്റി കാണാൻ തുടങ്ങിയതെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു തിയറി ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. ഏതു രൂപത്തിലും മാറാൻ കഴിയുന്ന ഒരു ഷേപ്പ് ഷിഫ്റ്ററാണ് ഈ എൻറ്റിറ്റി. അപ്പോൾ ഒരു വലിയ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ നിഗൂഢ ശക്തിയുടെ യഥാർത്ഥ രൂപം എന്തായിരിക്കും? ഒരുപക്ഷെ 1500-കളിലോ അതിന് മുമ്പോ മരിച്ചുപോയ ആരുടെയെങ്കിലും രൂപമാണോ? എന്തായാലും ഇതിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എൽജിൻ ഇസ് ഇൻ ഡേഞ്ചർ. അവനിൽ ഇനി ഉയരി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മണ്ടൻ ആ ഫോട്ടോ നേരിട്ടുകൊണ്ട് സോഫിയയ്ക്ക് കാണിച്ചതോടെ എൽജിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്ത് നല്ല ചെക്കനായിരുന്നു. പോട്ടെ, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം. പിന്നൊരു കാര്യമുണ്ട്, എൽജിൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. അവന് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാനുള്ള കഴിവുണ്ട്. സീസൺ 2 അവൻ സഞ്ചരിച്ച ബസ് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ എൽജിൻ ഈ ടൗണിനെക്കുറിച്ചും ഇവിടുത്തെ അപകടങ്ങളെക്കുറിച്ചും വെള്ളവസ്ത്രം ധരിച്ച കുട്ടിയെക്കുറിച്ചും ഒക്കെ സ്വപ്നം കണ്ടിരുന്നു. കൂടാതെ കിമോണോ ധരിച്ച ആ നിഗൂഢ സ്ത്രീയുമായി അവന് വലിയൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ച് സോഫിയുടെ ആക്രമണത്തിൽ നിന്ന് എൽജിൻ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ആശ്വാസത്തിന് വേണമെങ്കിൽ പറയാം.
എന്തായാലും ഈ ഫോട്ടോ സോഫിയനെ നശിപ്പിക്കുന്ന ഉറപ്പാണ്. കാരണം മുന്നേ പുറത്തു വന്ന ഒരു സ്റ്റിൽ കണ്ടിട്ട് തോന്നുന്നതും അത് തന്നെ. ഈ എൻറ്റിറ്റി ഒരു പക്ഷേ ഈ നഗരത്തിൻ്റെ തുടക്കം മുതൽ ഇവിടെയുള്ള ഒന്നായിരിക്കാം. പല കാലങ്ങളിലായി ഡസൻ കണക്കിന് വേഷങ്ങളും രൂപങ്ങളുമാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. താബീത്തയുടെ പല മുൻകാല വേർഷൻസിനെയും അയാൾ മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ താബീത്തയെ കണ്ടപ്പോൾ തൻ്റെ ഏറ്റവും പഴയ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചതും. ഇവിടെ ഒരു കൊച്ചു സൂചന നോക്കിയാൽ സോഫി എൽജിനുമായി ഏറ്റുമുട്ടതിന് മുമ്പായി ഒരു ചെറിയ കളിപ്പാട്ട വഞ്ചി വെച്ച് കളിക്കുന്നതാണ്. ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ബോട്ട് ആവശ്യമാണെന്ന് പലരും കരുതുന്നുണ്ട്. അതിനെക്കുറിച്ച് പല തിയറീസും ഉണ്ട്. മാത്രമല്ല ബോയിഡിൻ്റെ ജീവിതത്തിലും ബോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ കാടിൻ്റെ നടുവിലായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉള്ളതും ഇതിൻ്റെയൊക്കെ ഒരു സൂചനയാണ്. ഓർമ്മയുണ്ടോ, ബോയിഡ് ഇവിടെ വന്ന ദിവസം അയാളുടെ ഭാര്യ അയാൾക്ക് സമ്മാനിച്ചതും ഒരു ബോട്ടായിരുന്നു. അയാളുടെ കീ ചെയിൻ പോലും ഒരു ബോട്ടിൻ്റെ രൂപത്തിലാണ്. പ്ലസ് ഗുഹയിലെ ചില കാർവിങ്സിൽ ആളുകൾ തോണിയിൽ യാത്ര ചെയ്യുന്ന പോലെയുള്ള ചിത്രങ്ങളുമുണ്ട്. കാട്ടിലെ നിരം തകൃതിയായി മരം പിഴുതു മാറ്റാനുള്ള പരിപാടികൾ നടക്കുകയാണ്. എല്ലിസും റാണ്ടലും പാറ്റിയും ക്രിസ്റ്റിയും സാറയും അടങ്ങിയ സംഘം ബോയിഡിനൊപ്പം മരത്തിന് ചുറ്റും ചങ്ങല കെട്ടി വലിച്ചിടാനുള്ള തയ്യാറെടുപ്പാണ്. ഒപ്പം ആ റോബ്ലേഡ് താഴേക്ക് ഇറക്കാനായി അടുത്തുള്ള മറ്റൊരു മരത്തിൽ കെട്ടിമുറുക്കുന്നു. ഇന്നേരം ജെയ്ഡും തബീത്തയും ആ ടണലിൻ്റെ കവാടത്തിലേക്ക് എത്തി മോഴ്സ് കോഡ് റേഡിയോ ഓണാക്കി മെല്ലെ ഉള്ളിലേക്ക് കടക്കുന്നു. വളരെ നിശബ്ദമായി ജെയ്ഡിൻ്റെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് അവരിറങ്ങി ആ ഒരു ചേമ്പിളിലേക്ക് എത്തുന്നതും തൊട്ടടുത്ത സെക്കൻഡിൽ ആ ഒരു ടാർപ്പ വലിച്ച് വിരിച്ചിട്ട് അത് ഗുഹയോട് ചേർത്ത് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നു. വെപ്രാളത്തിൽ പെട്ടെന്ന് ഒട്ടിച്ചിട്ട് ടാലിസ്മാനും തൂക്കി സുരക്ഷിതമാക്കിയ ശേഷം ഉടൻ തന്നെ റേഡിയോ വഴി ഗുഹയിലെത്തിയ സിഗ്നൽ അയക്കുന്നു. ഇന്നലെ മുകളിലാകട്ടെ റേഡിയോ കൈകാര്യം ചെയ്യുന്ന സാറ ഈ വിവരം സംഘത്തെ അറിയിക്കുന്നതും ചങ്ങലയുമായി ഘടിപ്പിച്ചിട്ടുള്ള ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത സിഗ്നൽ ലഭിക്കുമ്പോൾ, അതായത് അസ്ഥികൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് അറിയിക്കുന്നതും വണ്ടി മുന്നോട്ടോടിച്ച് മരം പിഴുതെടുക്കുക. ഉടൻ തന്നെ ആ റോബ് ലാഡർ അടിയിലെ ഹോളിലൂടെ താഴേക്ക് ഇടുക. എന്നിട്ട് ശബ്ദം കേട്ട് മോൺസ്റ്റേഴ്സ് ഉണരും മുന്നേ മുകളിലേക്ക് എത്തിക്കുക. അതായിരുന്നു പ്ലാൻ. പക്ഷേ ഒരു ത്രസിപ്പിക്കുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ജെയ്ഡും തബീത്തയും കല്ലറയുടെ സ്ഥാനം കണ്ടെത്തി ശവലും മറ്റും വെച്ച് വെട്ടിക്കുഴിക്കാൻ തുടങ്ങുന്നതും ആ ഒരു ശബ്ദം, അതവിടെല്ലാം പരകി ഇത് കേട്ട് അവിടെ വിശ്രമിക്കുന്ന പിശാചുകൾ ഉണരുകയാണ്. ഇനിയാണ് കളി. അവർ വളരെ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് നടന്നടുക്കുമ്പോൾ ഒടുക്കം ആ കല്ലറയുടെ മൂടി സ്പോട്ട് ചെയ്യുകയാണ് ജെയ്ഡും തബീത്തയും. ഇനി അത് പൊക്കി മാറ്റാനായി ക്രോബാർ ഉപയോഗിച്ച് സർവ്വശക്തിയും എടുത്ത് തുറക്കുമ്പോഴോ എന്ത് ദയനീയമായ കാഴ്ച നോക്കി. ആ പാവം കുട്ടികളെല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂടിയ അവസ്ഥയിൽ അസ്ഥിയെല്ലാം കുമിഞ്ഞു കൂടിക്കിടക്കുന്നു. കണ്ണീ ചോരയില്ലാത്തവന്മാർ ചെയ്ത കൊടും ക്രൂരത. എന്തായാലും ജെയ്ഡിൻ്റെ വിഷൻ സത്യമായി. ഇനി ആ അസ്ഥികളെല്ലാം കളക്ട് ചെയ്യുക. അതിനായി തബീത്ത കൊണ്ടുവന്ന ബാഗ് എടുക്കുമ്പോഴേക്കും ഓഹോ, 16ൻ്റെ പണി. മോൺസ്റ്ററുകളെല്ലാം ആ ടാർബയ്ക്ക് മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞങ്ങനെ നിൽക്കുവാണ്. ഇത് മൊത്തത്തിൽ പ്രശ്നമാണ്. ഒരേ സമയം പല സ്ഥലങ്ങളിലായി വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. തുരങ്കത്തിലാകട്ടെ മോൺസ്റ്റേഴ്സ് ഇങ്ങനെ വാതിലിന് പുറത്തെത്തി കഴിഞ്ഞു. അവരെ രക്ഷിക്കാൻ വെച്ചിരുന്ന ഡൈനറിലെ റോബ് ലാഡർ സോഫിയെ നശിപ്പിച്ച് കളഞ്ഞു. പുറത്ത് ബോട്ടിൽ ഡ്രൈ വെട്ടിമാറ്റുന്നത് ഒരുപക്ഷെ വലിയൊരു മണ്ടത്തരമായിരിക്കാം. അഥവാ അല്ല എങ്കിൽ അവിടെ ബോയിൻ വൈറ്റിൻ്റെ വിശ്വാസമാണ് ഇല്ലാതാവുക. ഇതിനെല്ലായിടയിൽ സാങ്കല്പിക ലോകത്തേക്ക് പോകാനായിട്ട് ഹെൻറി വിക്ടറിനെ കൊല്ലാൻ തയ്യാറെടുക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നോടാൻ പോലും കഴിയാതെ ലോക്ക്ഡാണ്. ഒരുപക്ഷെ കെന്നി അവിടെ ഇല്ല എങ്കിൽ അവൻ ബോയിഡ് പറഞ്ഞ പോലെ ഡോണയ്ക്കൊപ്പം പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു വിക്ടറെ നിനക്കൊന്നും പറ്റരുതെന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കഴിയൂ. ഡൈനറിലകപ്പെട്ടിരിക്കുന്ന എൽജിൻ്റെ മരണം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ ക്ലിനിക്കിൽ ഫാത്തിമ പൂർണ്ണമായും മറ്റെന്തോ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മരിയലും ഒറ്റയ്ക്കാണ് താനും. അവളുടെ കാര്യവും ഡേഞ്ചറാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ശുഭപര്യവസാനത്തിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല. അടുത്ത എപ്പിസോഡിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സീസണിലെ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റിനെ കുറിച്ചാണ്. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ടൗണിലെ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നാണ്. പുറത്തു നിന്നുള്ള രാക്ഷസന്മാരെ മാത്രമേ അവർക്ക് ഭയപ്പെടേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു എപ്പിസോഡ് ആ ധാരണയെ പൂർണ്ണമായും തിരുത്തുന്നു. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ തന്നെ ആ രാക്ഷസന്മാരുടെ ഏജൻറ്റാണ്. അത് മറ്റാരുമല്ല, ഇത്രയും നാൾ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിരുന്ന ക്ലാര എന്ന കഥാപാത്രമാണ് ആ വഞ്ചകി. ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലായിരുന്നു ഇത്. ക്ലാര എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത് എന്ന് കഥയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പണ്ട് ക്ലാര ഈ ടൗണിൽ ആദ്യമായി എത്തിയ കാലത്ത് ഇവിടുത്തെ ഭീകരത കണ്ട് അവൾ പൂർണ്ണമായും ഭയന്നു പോരുന്നു. മരിക്കാതിരിക്കാൻ വേണ്ടി അവൾ ആ മഞ്ഞക്കുപ്പായക്കാരനുമായി ഒരു ഭയങ്കരമായ കരാറിൽ ഏർപ്പെട്ടു. തനിക്ക് ഈ ടൗണിൽ സുരക്ഷിതമായി ജീവിക്കണം, രാക്ഷസന്മാർ തന്നെ തുടരുത്, തനിക്ക് ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടണം എന്നിങ്ങനെ. പകരമായി ടൗണിലെ മനുഷ്യർ രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയാൽ അത് മുൻകൂട്ടി വില്ലന് ചോർത്തി കൊടുക്കാം എന്നതായിരുന്നു ആ കരാർ. ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷങ്ങളായി നമ്മൾ വിശ്വസിച്ച ആളുകളുടെ കൂടെ ഇരുന്ന് അവർ മരിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഈ ഒരു ക്ലാര. യൂട്യൂബ് ബ്രൂട്ടസ്. ദ കാം ബിഫോർ. ശരിക്കും ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ഭയാനകമായ ശാന്തത.
പിന്നെ വേറൊരു കാര്യം, ഇതിലും വലിയൊരു ശാന്തത ഇനി ഒരു സീസണിലും വരാനില്ല എന്ന് പരാതിപ്പെടുന്നവരാണ് അധികവും ഇതിൻ്റെ ലാഗ് വെച്ചിട്ട്. പക്ഷെ ഒന്ന് നോക്കിയാൽ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ അത്ര ശാന്തമൊന്നുമല്ല. പെട്ടെന്നെടുത്ത് പറയാൻ തക്കവണ്ണം വലിയ സംഭവവികാസങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. മാത്രമല്ല ഈ സീസണിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു മെല്ലെ പോക്ക് ഈ എപ്പിസോഡിലും കാണാം. എന്നാൽ ഈ എപ്പിസോഡിന് വളരെ മികച്ചൊരു പ്രത്യേകതയുണ്ട്. വളരെ പതുക്കെ എന്നാൽ ശക്തമായി വളർന്നു വരുന്ന ഒരു ഭയം, അതോ എസ്കലേറ്റിംഗ് ഡ്രെഡ് ഈ എപ്പിസോഡിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം എന്ന ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം തന്നെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് പ്രേക്ഷകർക്കും അതിലെ കഥാപാത്രങ്ങൾക്കും ഒരു വ്യക്തതയുമില്ല എന്നതാണ്. ആ ഒരു അനിശ്ചിതത്വമാണ് നമ്മൾ ഈ സീരീസുമായി ചേർത്ത് നിർത്തുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തമായി അറിയാം. ഈ കാട്ടിലും ആ നാട്ടിലും എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് ഇതിലും വലിയ ഭയാനകരമായ കാര്യങ്ങൾ അവിടെ അരങ്ങേറാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ആ ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഈ എപ്പിസോഡ് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും ചിന്തിച്ച് നോക്കുക. ഫിനാലയിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വർഷത്തെ വൺ ലാസ്റ്റ് ഫ്രം റോളർ കോസ്റ്റർ റൈഡിനായി നമുക്ക് കാത്തിരിക്കാം.